നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതിൽ അപ്ലിക്കേഷൻ നമ്പർ 1 ആണ് പറയുന്നത്. അപ്ലിക്കേഷൻ നമ്പർ 1 ഇതിൽ നമ്മൾ പറഞ്ഞു ആദ്യം വേർഡ് എഫ്ലക്സ് എന്താന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് ഒരു ടാങ്ക് ആണെങ്കിൽ ഇതൊരു ടാങ്കാണ്. ഈ ടാങ്കിൻ്റെ ഈ ഹോളിലൂടെ പുറത്തേക്ക് ചാടുന്ന വെള്ളത്തിൻ്റെ പേരാണ് എഫ്ലക്സ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. ദ വേർഡ് എഫ്ലക്സ് മീൻസ് ഫ്ലൂയിഡ് ഔട്ട് ടു ഫ്ലോ. പിന്നീട് നമ്മൾ ഈ ഡയഗ്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊരു ടാങ്കാണ്. അതിൻ്റെ ഒരു റീജിയൻ 1 എടുത്തു. ഇതാണ് ഹോളിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1. ഇതിലൂടെ പുറത്തേക്ക് ചാടുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി V1. വെള്ളം എന്നില്ല, ഏത് ലിക്വിഡും ആവട്ടോ. ഓക്കെ, അപ്പോൾ ഈ പുറത്തേക്ക് ചാടുമ്പോൾ ഇത് അന്തരീക്ഷത്തിലൂടെ പുറത്തേക്ക് ചാടുന്നത്, അതുകൊണ്ട് അതിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് PA, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. P1 എന്ന് കൊടുക്കാം. P1 എന്തായിരിക്കും? PA ആയിരിക്കും. ഈ ഹോളിലേക്ക് ഈ പാത്രത്തിൻ്റെ ടാങ്കിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള ഇവിടം വരെയുള്ള ഹൈറ്റാണ് Y1. Y2 എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ അടിഭാഗം മുതൽ ടോപ്പ് വരെയുള്ളതാണ്. ഈ വെള്ളത്തിന് ടോപ്പ് മുതൽ ഹോൾ വരെയുള്ളതാണ് H എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ ടാങ്കിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A2. ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷറാണ് P എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഹോളും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഈ A2 വെരി വെരി ലാർജർ, ഗ്രേറ്റർ ആണ് ദാൻ ദി A1. അങ്ങനെ ആകുമ്പോൾ ഇതിലൂടെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ചാടുമ്പോൾ, നല്ല സ്പീഡിൽ ചാടുമ്പോൾ ഇതിൽ വെള്ളം ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വരും. ടാങ്കിലെ വെള്ളം വളരെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സ്പീഡ് വളരെ ചെറിയ സ്പീഡായിരിക്കും. പുറത്തേക്ക് ചാടുന്ന വെള്ളം നല്ല സ്പീഡിലാണെങ്കിൽ ചാടുന്നെങ്കിലും ഇത് വളരെ ചെറിയ സ്പീഡായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ V2 = 0 എന്നൊക്കെ നമ്മൾ എടുത്തത്. ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. നമ്മൾ ഇന്നലെ പഠിച്ചെങ്ങനെയാണ്? P1 + ½ ρV1² + ρgH1 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയതാ, കുഴപ്പമില്ല. ഈ ഇക്വേഷനിൽ V2 = 0. V2 = 0 ആണെങ്കിൽ ഈ ടേം എന്തായി പോകും? 0. അതായത് ½ × ρ × 0. അപ്പോൾ പ്ലസ് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ടേം ഒക്കെ എന്തായി പോകും? 0 ആയി പോകുന്നു. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയ സംഭവം. ρgH2 തീർന്നു. ഇപ്പുറത്തേക്ക് ആളില്ല, കാരണം ഈ ടേം 0 ആയി പോയി. അപ്പം അതിനുശേഷം നമ്മൾ ചെയ്ത് എന്താന്ന് നോക്കാം. ഇതിലെ ഈ ടേം ½ ρV1² ഇവിടെ വെച്ചു. ഇവിടെയുള്ള PA + ρgHY1 ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി P ഉണ്ട്. ഈ PA അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -PA എന്നാവും. P - PA പ്ലസ്, പിന്നെ ഇവിടെ ρgH2 ഉണ്ട്. ഇത് Y2 ആണ് കേട്ടോ. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് H2 = Y2. ഇവിടെ Y2 എന്നാണ് വരിക. ഓക്കെ, ρgH2 എന്ന് വരും. ഇവിടെയുള്ള പ്ലസ് ρgy1 ആണ്. ഇങ്ങോട്ട് കൊണ്ടുപോയാൽ -ρgy1 എന്ന് വരും. അപ്പോൾ ρg രണ്ടിലും കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്ത് എഴുതി. അപ്പോൾ ρg × Y2 - Y1 എന്നാണ് വരുന്നത്. Y2 - Y1 എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ Y2 - Y1 എന്ന് പറയാൻ എന്താ? H ആണ്. നോക്കി, Y2 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ നിന്ന് Y1 കുറച്ചാൽ, ഈ ടോട്ടൽ ലെങ്ത് നിന്ന് ഇത് കുറച്ചാൽ എന്ത് കിട്ടും? H ആണ് കിട്ടുക. അതായത് Y2 - Y1 = H. Y2 - Y1 = H എന്ന് കൊടുത്തു. കണ്ടോ? ½ ρV1² = P - PA + ρgH എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെയുള്ള ഈ താഴ്ഭാഗത്തുള്ള 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മുകളിലേക്കാണ് പോവുക 2. അതേപോലെ ഈ റോയെ കൊണ്ടുപോയാൽ / എന്ന് വരും. അപ്പോൾ V1² = 2/ρ × P - PA + ρgH എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ V1 സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയർ ഒഴിവാണെങ്കിൽ നമുക്ക് റൂട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ മാത്രം റൂട്ട് എടുക്കാൻ പറ്റില്ല, ഇവിടെയും റൂട്ട് എടുക്കണം, ഈ ഭാഗത്തും റൂട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ റൂട്ട് എടുത്താൽ V1² എന്നുള്ളതിന് പകരം V1 ആകും. ഇവിടെ പുതിയ റൂട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് എഫ്ലക്സിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എക്സ്പ്രഷൻ ഫോർ ദി എഫ്ലക്സ്. ഓക്കെ, അത് ബെർണോളിസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ഇക്വേഷനിലേക്ക് ഒരു കണ്ടീഷൻ പറയാം നമ്മൾ. ഏതിനെ കുറിച്ചാണ് പറയണത്?
ഈ ടാങ്കിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആണെങ്കിൽ, ഇതിപ്പോൾ ക്ലോസ്ഡ് അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ P2 P എന്ന് എഴുതിയത്. ഈ ടാങ്കിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആണെങ്കിൽ ഇതിലേക്ക് അനുഭവപ്പെടുന്ന പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. P2 PA എന്ന് എഴുതാൻ പറ്റും. P2 PA അല്ലെങ്കിൽ P PA എന്ന് എഴുതാം. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇവിടേക്ക് നോക്കൂ. ഈ ഇക്വേഷനിൽ ഇവിടെ PA എന്നുണ്ടാകും, ഇവിടെ PA ഉണ്ടാകും, മൈനസ് PA എന്നുണ്ടാകും. PA മൈനസ് PA എന്ന് വരും. റെഡി അല്ലേ? ആണ്. PA മൈനസ് PA എന്നാ വരിക. ഓക്കെ. അപ്പോൾ ആ ടേം എന്താകും? ഈ ബ്രാക്കറ്റിനുള്ളിൽ 0 ആകും. 2/ρ × 0 എന്ന് പറഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആകും. ആര് മാത്രമേ ബാക്കി വരിക? റോ 2GH, സോറി റോ അല്ല, 2GH മാത്രം ബാക്കി ആകും. അതായത് V1 = √2GH എന്ന് കിട്ടും. V1 = √2GH എന്ന് വരും. ഇതിപ്പോൾ നമ്മൾ കിട്ടിയത് സ്പീഡ് ഓഫ് എഫ്ലക്സ് ഇൻ ദ കേസ് ഓഫ് ആൻ ഓപ്പൺ ടാങ്ക് ആണ്. ഇതേ ഇക്വേഷനാണ് വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഓക്കെ, അതാണ് ടോറിസെല്ലിസ് ലോ പറയുന്നത്. ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി ഫ്രം എ ഹൈറ്റ്. ഇപ്പോൾ ടോറിസെല്ലിസ് ലോ ചോദിച്ചാൽ എഴുതിയാൽ മതി. V1 = √2GH. The speed is same as that of freely falling body. Okay, the V1 = √2GH is known as Torricelli's law. Okay, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടോറിസെല്ലിസ് ലോ ഒക്കെ പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഈ ഡെറിവേഷനും എന്ത് ചെയ്യണം? ഇന്നലെ പറഞ്ഞ പോലെ ഡയഗ്രാം വരച്ച് ഈ കാര്യങ്ങളൊക്കെ എഴുതി, ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ ഒരു കേസായിട്ട് ഓപ്പൺ ടാങ്കിനെ കുറിച്ച് പറഞ്ഞ് ടോറിസെല്ലിസ് ലോ വരെ എഴുതണം. ഒരു 2-3 പ്രാവശ്യം എഴുതി പഠിച്ചാൽ എല്ലാം പെട്ടെന്ന് ക്ലിയർ ആവും.